ജില്ലാ ആശുപത്രി കെട്ടിടത്തിൽ ചോർച്ച രൂക്ഷം. ശിശുപരിചരണ വാർഡിലെ ചികിത്സയിലുള്ളവരെ മാറ്റി. കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയിലെ വാർഡിൽ ചോർച്ച രൂക്ഷമായതിനെ തുടർന്ന് ചികിത്സയിലുള്ളവരെ മറ്റൊരു വശത്തേക്ക് മാറ്റിയത്. കെട്ടിടത്തിലെ മേൽക്കൂരയിലെ വിടവിലൂടെയാണ് വെള്ളം ഒഴുകി വരുന്നത്. 3-ാം നിലയിലുള്ള കുട്ടികളുടെ വാർഡ്, 2-ാം നിലയിലെ വാർഡ്, താഴെ നിലയിലെ ലേബർ റൂം എന്നിവിടങ്ങളിലും ചോർന്നൊലിക്കുകയാണ്. ജീവനക്കാർ ബക്കറ്റുകൾ നിരത്തിവെച്ചും നിരന്തരം തറയിലൊഴുകുന്ന വെള്ളം തുടച്ചു നീക്കുന്നത് മൂലമാണ് അപകടങ്ങളില്ലാത്തത്. ഗർഭിണികളുടെയും കൂട്ടിരിപ്പുകാരുടെയും ജീവന് പോലും അപകടമാണ് ഈ ചോർച്ച. ഷീറ്റിട്ടാൽ ചോർച്ചയ്ക്ക് പരിഹാരം കാണാൻ കഴിയുമെങ്കിലും വിഷയത്തെ ഗൗരവമായി സമീപിക്കാൻ സൂപ്രണ്ട് തയ്യാറാവാത്തതാണ് കാരണം. ആശുപത്രി വികസന സമിതി അംഗങ്ങൾ മഴയുടെ തുടക്കത്തിൽ തന്നെ വിഷയം സംബന്ധിച്ച് നൽകിയ സൂചന അവഗണിക്കുകയായിരുന്നു അധികൃതരെന്ന് PK മാധവ വാര്യർ, രമേശ് കുമാർ, A ബോബൻ മാട്ടുമന്ത, പുത്തൂർ മണികണ്ഠൻ, സുന്ദരൻ കാക്കത്തറ എന്നിവർ ആരോപിച്ചു. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കുട്ടികളുടെ ആശുപത്രിയിൽ ഇന്നുണ്ടായത്. ഇവിടെ രോഗികൾ വഴുതി വീഴാതിരിക്കുന്നതിന് വേണ്ടി ജീവനക്കാരുടെ ആത്മാർത്ഥതയും ആത്മസമർപ്പണവും കൊണ്ടാണ് രോഗികൾ വഴുതി വീഴാതിരിക്കുന്നത്. 4-5 ബക്കറ്റുകളിലായി ലീക്കായി വരുന്ന വെള്ളം അവർ ശേഖരിക്കുകയാണ്. ആ ലീക്ക് അമിതമായപ്പോഴാണ് ആന്റിനേറ്റൽ വാർഡിലെ രോഗികളെ ആ വാർഡിന്റെ തന്നെ മറ്റൊരു വശത്തേക്ക് മാറ്റേണ്ടി വരുന്നത്. കാരണം ഇവിടെ കാലങ്ങളായി ഈ ബിൽഡിങ്ങിൽ ചോർച്ചയുണ്ട്. കാരണം ആ ചോർച്ച അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാത്തത് കൊണ്ടാണ് ഇന്ന് ഈ പ്രശ്നം ഗുരുതരമായി തുടരുന്നത്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായതിനു ശേഷം മാത്രം അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയും അതിനെ പ്രതിവിധി തേടുകയും ചെയ്യുന്ന ആരോഗ്യവകുപ്പിന്റെ സമീപനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. UTV ന്യൂസ്, പാലക്കാട്.